Welcome back to a new video lecture, and in this lecture we discuss about the topic seismic zoning. So zoning is the practice of classifying an area into different zones of varying earthquake incidence. So if you have provided an area, then to be classified into different zones according to the earthquake incidence. നമുക്കൊരു ഏരിയ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് എർത്ത് കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സീസ്മിക് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ റെക്കോർഡ്സ് ഓഫ് പാസ്റ്റ് എർത്ത് വേക്സ്, ജിയോളജിക്കൽ സെറ്റിംഗ്സ് എക്സെട്ര. ഓക്കെ, അതായത് ഒരു ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ പഠിക്കും, എന്നിട്ടായിരിക്കും അതിൻ്റെ ബേസിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. The seismic zone maps are revised with advance in geology and seismology. Okay, as the years goes, some changes will be happen to any areas. അതായത് നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും പല കാര്യങ്ങളും ആ ഏരിയയ്ക്ക് സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയും ഈ സീസ്മിക് സോൺ വേരിയേഷൻസ് വരാം. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 seismic zones. We can observe that 4 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സീസ്മിക് സോൺ ഇറ്റ് ഈസ് ലോ ഇൻറ്റൻസിറ്റി, മോഡറേറ്റ്, then severe and very severe, and magnitude intensity വാല്യൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോൺ 2ൻ്റെ കേസ് നോക്കിയാൽ 6, സോൺ 3 നോക്കിയാൽ 7, സോൺ 4 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 8 ആൻഡ് സോൺ 5 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 9 ആൻഡ് എബോവ്. സോ അക്കോർഡിംഗ് ടു ദിസ് IS കോഡ്, ദാറ്റ് ഈസ് മീൻസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്, എർത്ത് വേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് വേക്കിൻ്റെ ലോഡും കൺസിഡർ ചെയ്യണം. അപ്പം അതിനും ഒരു IS കോഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കേസാണ് പറഞ്ഞത് IS 1893 പാർട്ട് 1 2002. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കേസാണ് ഈ പറയുന്ന സീസ്മിക് സോണിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും. ഓക്കെ, സോ ലെറ്റ് us go through the map of India. നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും എത്രത്തോളം ഇൻറ്റൻസിറ്റി ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ ഡിഫറെൻറ്റ് സോൺസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൾസോ പ്രൊവൈഡഡ്. സോ യു ക്യാൻ check out the areas where the intensity of these earthquakes is very severe actually. To the northeastern side it is going to be very much. Okay, so Kerala പാട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് when compared with the rest of the parts. Okay, then what are things as an engineer should consider? നമ്മളൊരു എഞ്ചിനീയറായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ ഒരു വർക്കൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ എർത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു കേസാണ് പറയുന്നത്. ടു നോ ദ സീസ്മിക് ഹിസ്റ്ററി ഓഫ് ദ ഏരിയ, ആ പറയുന്ന പ്രദേശം എത്രത്തോളം സീസ്മിക് അല്ലെങ്കിൽ എർത്ത് പ്രോൺ ഏരിയ ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. വളരെ അത് പ്രീവിയസ് ഹിസ്റ്ററിയിൽ തന്നെയാണ് നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുക. അത് വെച്ചിട്ടാണ് നമ്മളെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. Then to introduce suitable factors of safety for new construction. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൈമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന തിങ്സ് ഓൾസോ ടു ബി കൺസിഡേർഡ്. Then to protect existing structures against likely shocks. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇൻ കേസ് എർത്ത് വേക്കോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. Then here you can observe a diagram. What is the effect of inertia in a building when shaken at its base? Some ഇനേഷ്യ എഫക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ദർ ഇസ് സം ഷേക്കിംഗ് എഫക്റ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. സോ നമുക്ക് അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മീൻസ് ഇനീഷ്യൽ ലെവലിൽ തന്നെ നമ്മളിത് ചെയ്യണം. അല്ലാണ്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ഇപ്പം ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല സാധനങ്ങളും മിസ് ചെയ്ത് പോകും. ആ മിസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ ആയിരിക്കും ഒരു പക്ഷേ പിന്നീട് ഫെയിലിയേഴ്സിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഒരു പക്ഷേ ഈ പറയുന്ന മറിച്ച് സംഭവിക്കാം. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു മോഡലിൽ ചെയ്തിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ കെയർ കൊടുക്കണം. Then some regarding some safety measures for the dams. The dams are very high risk structures as they are associated with big reservoirs. The dams should move along with the foundation. Dams should not be placed along, across or in the close vicinity of active fault. ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കേസിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് അതൊക്കെ വേറെ കാറ്റഗറിയാണ്. എന്നിരുന്നാലും അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ ഏരിയ, അതായത് ഇപ്പം നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് മീൻസ് പറയാമെന്ന് കരുതിക്കൊള്ളുക, ഇന്നൊരു റീജിയനും കാര്യങ്ങളും, ആ ഏരിയനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. അത് പറ്റുന്നതാണോ, മീൻസ് ഏത് രീതിയിൽ എർത്ത് വേക്ക് പ്രോൺ ഏരിയ ആണോ, നമുക്ക് എന്ത് മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഇനി ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യരുത്.
Then the bonding can occur between adjoining buildings due to horizontal vibrations of the two buildings. If two buildings are very much close enough, there is a tendency to occur the vibration, horizontal vibration. രണ്ട് ബിൽഡിങ്ങുകൾ വളരെയധികം അടുത്താണ് നിൽക്കുന്നതെങ്കിൽ there is some tendency, അതിനാണ് bonding എന്ന് പറയുന്നത്. Then some of the different shaking effects are shown here. Minor, moderate and strong shaking effects are shown here. Okay, അതായത് വളരെയധികം സ്ട്രോങ് എഫക്റ്റുകളാണ് വരുന്നതെങ്കിൽ obviously it will collapse. Then how can you reduce the earthquake effect? നമുക്ക് എത്രത്തോളം ഇതിനെ reduce ചെയ്യാം? അതിന് രണ്ട് steps ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Base isolation, provision of flexible parts. Then second one is seismic damping. Viscous fluid absorbs the energy of the earthquake. ബേസ് ഐസൊലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസ്മെൻറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മളിങ്ങനെ ഒരു ബേസ് ഐസൊലേഷൻ സിസ്റ്റം പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ ഈ പറയുന്ന എർത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ ഈസ് സീസ്മിക് ഡാമ്പിംഗ്, മീൻസ് ദ ഫിസിക്കസ് ഫ്ലൂയിഡ് അബ്സോർബ് ദ എനർജി ഓഫ് ദ എർത്ത് വേക്ക്. ഇഫ് യു പ്രൊവൈഡ് ദിസ് വൺ, ഇറ്റ് വിൽ അബ്സോർബ് ദ എനർജി റിലീസ്. ഈ പറയുന്ന എർത്ത് വേക്കിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജീനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടൈം ദാറ്റ് ഈസ് സീസ്മിക് സേഫ്റ്റി ഫാക്ടർ. ദിസ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഡിസൈൻ മാർജിൻ ഓവർ ദ തിയററ്റിക്കൽ ഡിസൈൻ കപ്പാസിറ്റി ടു അലൗ ഫോർ അൺസർട്ടനിറ്റി ഇൻ ദ ഡിസൈൻ പ്രോസസ്. മീൻസ് വാട്ട്? ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഏതൊരു ബിൽഡിങ്ങും ഏതൊരു സ്ട്രക്ചറും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വളരെ വലിയൊരു ടേമാണ് സേഫ്റ്റി ഫാക്ടർ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബീം കൺസിഡർ ചെയ്യുകയെന്ന് കരുതുക. ആ ബീമിന് ആവശ്യം 100 ന്യൂട്ടൺ ഉള്ളൂ എന്ന് കരുതിക്കൊള്ളുക. 100 ന്യൂട്ടൻ്റെ ആവശ്യമുള്ളൂ ആ ബീമിന് ഹോൾഡ് ഡൗൺ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ നിർമ്മാണത്തിലും അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അതിനൊരു അഡീഷണൽ, അതായത് ഇപ്പോൾ ഒരു 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 300 ന്യൂട്ടണോളം അതിന് ഹോൾഡ് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ലോഡ് കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല. അങ്ങനെയുള്ളൊരു ടേമാണ് സേഫ്റ്റി ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് യൂസ് ടു പ്രൊവൈഡ് ഡിസൈൻ മാർജിൻ ഓവർ ദ തിയററ്റിക്കൽ ഡിസൈൻ കപ്പാസിറ്റി ടു അലൗ ഫോർ അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ ലോഡോ കാര്യങ്ങളോ പ്രശ്നങ്ങൾ സംഭവിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ പറയുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി ടു ബി കൺസിഡേർഡ്. ഓക്കെ, so now we'll see some of the importance. എന്തിനാണ് നമ്മൾ ഈ ഡിസൈനിൽ ഇത്രയധികം കെയർ കൊടുക്കേണ്ടത്? ഡിസൈൻ പ്രോപ്പർ ആണെങ്കിൽ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യും ത്രൂ ഔട്ട് ദ ലൈഫ്. വളരെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. സോ വൈ ബിൽഡ് സസ്റ്റൈനബിൾ സ്ട്രക്ചേഴ്സ്? എന്തിനാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് പ്രോപ്പറായിട്ടെല്ലാം ഡിസൈൻ ചെയ്തെടുക്കുന്നത്? വൺ ഓഫ് ദ റീസൺ ടു സേവ് പ്രോപ്പർട്ടി ആൻഡ് ലൈഫ്സ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് അർബൻ ലിവിംഗ്. അതാണ് വൺ ഓഫ് ദ തിങ്. Then some example is shown here, happened over Japan. So lot of people died over this. Earthquake എന്ന് പറയുന്ന ഒരു ഫിനോമിന ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ അതിൻ്റെ സിവിയർ എഫക്റ്റ് ഭയങ്കരമാണെങ്കിൽ ആ റീജിയനിൽ ഒരുപാടധികം നാശനഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പം ഇതിൻ്റെ ഒരു നമ്മൾ എൻജിനീയേഴ്സിന് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സിൽ നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യാവുന്നോ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, then some examples are actually shown here. Some earthquake after effects. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടായിരിക്കുന്ന കുറച്ചധികം എഫക്റ്റുകൾ. അതായത് എർത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അപ്പം അതിനകത്ത് ഇപ്പം നമ്മൾ പ്രീവിയസ് ഒക്കെ പണ്ടത്തെ വർഷങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് പലതും നമ്മളിപ്പോൾ എങ്ങനെയാണോ സാധാരണ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് അതേ രീതിയിലായിരിക്കും ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത്. ഒരു എർത്ത് പ്രോൺ ഏരിയ ആണെങ്കിൽ അവിടെ ഇച്ചിരിയും കൂടി എർത്ത് ലോഡിനും അതുപോലെ തന്നെയുള്ള ഡിസൈൻ ഫാക്ടേഴ്സിനും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. സോ ഹിയർ യു ക്യാൻ ഒബ്സർവ് സം ഓഫ് ദ ഡയഗ്രാംസ് ഷോയിങ്, അതായത് ആഫ്റ്റർ ദ എർത്ത് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പല നാശനഷ്ടങ്ങളും സ്ട്രക്ചേഴ്സിനും കൊളാപ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജസ് ആകാം, എന്ത് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ കൊളാപ്സ് ലോഡ് ബെയറിംഗ് മേസണറി വോൾസ്. അതായത് നമുക്കറിയാം ലോഡ് ബെയറിംഗ് വോൾസ് ഉണ്ട്, ഫ്രെയിംഡ് സ്ട്രക്ചർ വോൾസും ഉണ്ട്. അതായത് നമ്മുടെ വോൾസ് കാര്യങ്ങളാണ്, ഇപ്പം ഭിത്തി കാര്യങ്ങളൊക്കെയാണ് ലോഡ് ഹോൾഡ് ഓൺ ചെയ്യുന്നതെങ്കിൽ ലോഡ് ബെയറിംഗ് എന്ന് വോൾസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ബിൽഡിംഗ് വോൾസിന് ഹോൾഡ് ഡൗൺ ചെയ്യാൻ പറ്റാതെ കൊളാപ്സ് ആയിരിക്കുന്ന കുറച്ച് കേസുകളാണ് പറഞ്ഞിരിക്കുന്നത്. Then some of the structures here also the failing happened.
Then the already mentioned this ponding effect means if the buildings are very much closer enough, then there is a tendency of horizontal vibrations and which lead to the collapse. These are some other failures during the earthquake. Okay, so some of the നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനിലാണ് എർത്ത് മീൻസ് നമ്മൾ അതൊരു ഫാക്ടറാണ്. എർത്ത് ലോഡ് എന്ന് പറയുന്നൊരു കൺസിഡർ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ടേമാണ്. അപ്പം ഈ കൊളാപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും എർത്ത് പ്രോപ്പറായിട്ട് റെസിസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ സേഫ്റ്റി ഫാക്ടർ എന്നുള്ള ടേം അല്ലെങ്കിൽ എന്നുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസൈൻ പർപ്പസിൽ. Okay, so here you can observe this diagram. Sudden deviation in load transfer path along the height lead to the poor performance of building. Okay, അതായത് ഈ ലോഡിൻ്റെ കേസൊക്കെ ഈ ലോഡ് ട്രാൻസ്ഫർ പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ് സംഭവിക്കുന്നത്. അതെല്ലാം ഈ പറയുന്ന ഫെയിലിയേഴ്സിലേക്ക് സംഭവിക്കാം. ദെൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ടേമാണ് പോണ്ടിങ് എഫക്റ്റിൻ്റെ കേസ്. ബിൽഡിംഗ് വളരെയധികം ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും അതും ഒരു വിഷയമാകാം. എർത്ത് അല്ലെങ്കിൽ മീൻസ് വൈബ്രേഷൻ, ഹൊറിസോണൽ വൈബ്രേഷനുള്ള ടെൻഡൻസി ഉണ്ടാകാം. അപ്പം വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു while you are designing a structure, you have to consider each and every loads, and this earthquake load is also very much important. And while you are visiting any site, you have to observe that whether it is an earthquake prone area. എർത്ത് പ്രോൺ ഏരിയ ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ വെരിഫൈ ചെയ്യണം. ദെൻ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്താൽ വി ക്യാൻ നമുക്ക് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏത് സ്ട്രക്ചർ ആണോ അതിൽ നിന്നും. So this is regarding this seismic zone and also regarding the seismic safety factors. So I hope the section clear, and we will see in the next section. Thank you.